വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡ് പ്രൊമോയിൽ വേലായുധനെ കണ്ടുകൊണ്ട് ഗോപാലകൃഷ്ണൻ ശാരദാമ്മ ഇങ്ങനെ ഉമ്മറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. എന്നിട്ട് ഗോപാലകൃഷ്ണനോട് ഈ വേലായുധൻ ഭീഷണി സ്വരം എന്ന പോലെ തന്നെയാണ് പറയുന്നത്. ഞാൻ ഇവിടെ ഇരിക്കുന്ന ഓരോ നിമിഷവും നീ നിൻ്റെ ശവക്കുഴി സ്വയം തോണ്ടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ചെന്ന് പെണ്ണുപിള്ളയോട് പറഞ്ഞ് കാശെടുത്തുകൊണ്ട് വാ എന്നിങ്ങനെ പറയുകയാണ്. എന്നിട്ട് ശാരദാമ്മ എന്ന് മനസ്സിലാവാതെ നോക്കുന്നു. പക്ഷേ ഗോപാലകൃഷ്ണൻ വേലായുധനെ ആകെ പേടിച്ച മട്ടിലിങ്ങനെ നിൽക്കുകയാണ്. ആ ഒരു സീനെ കാണിക്കുന്നുള്ളൂ. അപ്പോൾ പൈസ കൊണ്ടുവന്ന് കൊടുക്കുമായിരിക്കും. അപ്പോൾ തൽക്കാലത്തേക്ക് പോകുമായിരിക്കും വേലായുധൻ. പക്ഷേ പിന്നീട് ശാരദാമ്മ ചോദിച്ചിട്ടും ഗോപാലകൃഷ്ണൻ പറയില്ല. ഇപ്പോൾ നീ അതൊന്നും അറിയണ്ട എന്നിങ്ങനെ പറയുകയാണ് ചെയ്യുന്നത്. അതിന് ശേഷം കാണിക്കുന്ന വിഷ്ണു ഇങ്ങനെ ഒറ്റയ്ക്ക് ആ ബാൽക്കണിയിൽ നിൽക്കുകയാണ്. ആ അമ്മ പറഞ്ഞതിനെക്കുറിച്ച്, ആ പഴയ പണി തുടർന്ന് പോകുന്നതിനെക്കുറിച്ചൊക്കെ വിഷ്ണു ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നുണ്ട്. ഈ സമയത്താണെങ്കിൽ ശാലിനി വന്ന് വിഷ്ണുവിനെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുകയാണ്. കഴുത്തിലിങ്ങനെ കൈയിട്ട് പിടിച്ചിട്ട് പറയുന്നുണ്ട്, എന്താ ഇങ്ങനെ വിഷമിച്ച് ഇരിക്കുന്നത്, നമുക്ക് ആ ഒരു പാട്ടൊക്കെ അങ്ങോട്ട് പാടിയാലോ, ഹൃദയ സരസിലെ തന്നെ അങ്ങോട്ട് പാടാം എന്ന് പറഞ്ഞിട്ട് ശാലിനി ആകെ സന്തോഷത്തിലാണ്. പക്ഷേ വിഷ്ണു ആണെങ്കിൽ ആ അമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിച്ചിരിക്കുന്നുണ്ട്, ആകപ്പാടെ ഒരു വിഷമത്തിലും. അന്നേരം എന്താന്ന് ചോദിക്കുമ്പോൾ ശാലിനിയോട് വിഷ്ണു പറയുന്നുണ്ട്, അമ്മ എനിക്ക് ഇവിടെ ഒരു ജോലി തന്നു എന്ന് പറയുകയാണ്. അന്നേരം ശാലിനിക്ക് കാര്യം മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ആ പഴയ ഗുണ്ടാ പണിയല്ലേ, അടിയും ഇടിയും ഒക്കെ നിത്യ തൊഴിലാക്കി കൊണ്ടു നടക്കുന്ന ഗുണ്ടാ പിരിവ് അല്ലേ എന്നിങ്ങനെ ശാലിനി കളിയാക്കുകയാണ്. അന്നേരം വിഷ്ണു പക്ഷേ ആകെ ഗൗരവത്തിലാണ്. വിഷ്ണു പറയുകയാണ്, ഗുണ്ടാ പിരിവല്ല, മുതലാളി എന്നിങ്ങനെ പറയുകയാണ്. വിഷ്ണു എന്തോ തീരുമാനിച്ചുറപ്പിച്ച പോലെ തന്നെയാണ് പറയുന്നത്. അന്നേരം ആ വിഷ്ണുവിൻ്റെ ഭാവം മാറുന്നത് ശാലിനി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അന്നേരം അവർ വഴക്കായിട്ട് അങ്ങോട്ട് മാറിപ്പോകും തോന്നുന്നു. അതിനുശേഷം രാഘവൻ നായർ വിഷ്ണുവിൻ്റെ അടുത്ത് ആ ബാൽക്കണിയിലേക്ക് തന്നെയാണ് വരുന്നുണ്ട്. അന്നേരം തീരുമാനം എന്തായി എന്ന് അറിയാനാണ് വിഷ്ണുവിൻ്റെ അടുത്തേക്കും വരുന്നത്. അപ്പോൾ വിഷ്ണു വീണ്ടും അമ്മയുടെ ആ ഒരു അനുസരണയുള്ള മകനായിട്ട് മാറുന്നു എന്നുള്ള ഭാവം കാണുമ്പോൾ രാഘവൻ നായർ അവിടെ താക്കീത് കൊടുക്കുന്നുണ്ട്, ഇതൊരു വാളാണ്, നിന്റെ തലയ്ക്ക് മീതെ എപ്പോഴും ഇങ്ങനെ തൂങ്ങിക്കിടക്കും, പണ്ടത്തെ ആ ഈഡിപ്പസിൻ്റെ വാള് പോലെ എന്നിങ്ങനെ പറഞ്ഞ് രാഘവൻ നായർ പറയുമ്പോൾ വിഷ്ണു ഇങ്ങനെ രാഘവൻ നായരെ നോക്കി നിൽക്കുന്നേ ഉള്ളൂ. അത്രയുമാണ് ഈ പ്രമോയിൽ കാണിക്കുന്നത്. പക്ഷേ ആ വിഷ്ണു പിറ്റേന്നാണെങ്കിൽ ആ ഒരു സത്യഭാമയുടെ കയ്യിൽ നിന്നും ആ പൈസയൊക്കെ വാങ്ങിക്കൊണ്ട് പോയി പഴയതുപോലെ ആൾ കൊണ്ടുപോയി കൊടുക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുന്ന ആ ഒരു പഴയ വിഷ്ണുവിലേക്ക് മടങ്ങുന്ന ആ ഒരു സീൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ശാലിനി അതിലിനി എന്ത് പ്രശ്നമൊക്കെ ഉണ്ടാക്കും എന്നുള്ള രോഹിത്തും ഇതൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുന്ന ഒരു സീനൊക്കെ കാണിക്കുന്നുണ്ട്. സത്യഭാമയ്ക്ക് ആകെ അങ്ങ് സന്തോഷമാവുകയാണ്. മകൻ വീണ്ടും അനുസരണയുള്ളതിലേക്ക് താൻ ആ പഴയ വിഷ്ണുവിലേക്ക് മടങ്ങി വരുന്നു എന്ന് കാണുമ്പോൾ. ഇനി ബാക്കി എന്താവും എന്നുള്ളത് നോക്കാം. ഓക്കെ, താങ്ക് യു.